കുട്ടികളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാൻകേക്ക് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എങ്ങനെ പാൻകേക്ക്സ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ 2 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ബൗളിലോട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലോട്ടൊരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലോട്ട് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് ഞാൻ 2 കപ്പ് മൈദ എടുത്ത് വെച്ചിട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ആക്കി എടുക്കണം ഈ ഒരു ബാറ്റർ. ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ടൊരു പാനിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം അതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിന് ശേഷം അപ്പോൾ ഇതിൽ തീരെ ഓയിൽ വേണ്ട, അപ്പോൾ ചെറുതായിട്ട് അതിൻ്റെ ഒരു ഓയിൽ കണ്ടൻറ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തതാണ്. എന്നിട്ട് അതൊരു ടിഷ്യൂ വെച്ചിട്ട് ഒന്ന് തുടച്ചു കൊടുക്കാം. എന്നിട്ട് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ബാറ്റർ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരേ അളവിൽ തന്നെ ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒരെണ്ണം വലിക്കും ചെറുതായിട്ട് എടുക്കുക. അപ്പോൾ നമ്മളൊരു കയ്യിൽ ഉപയോഗിച്ചിട്ട് ആക്കുമ്പോൾ ഒരേ ലെവലിൽ തന്നെ ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതപ്പോൾ അതുപോലെ ഒരു വശത്ത് ബബിൾസൊക്കെ ഒന്ന് പൊട്ടിപ്പോണ സമയത്ത് നമുക്ക് മറ്റൊരു സൈഡിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. ഇനി നമുക്കത് എടുത്ത് മാറ്റാം. ഇതുപോലെ എല്ലാതും ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ ചെയ്തപ്പോൾ കണ്ടില്ലേ, ഒരേ അളവിൽ തന്നെ നമ്മൾ പാൻകേക്ക്സ് എല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലെ ബട്ടറും തേനും ഒഴിച്ചിട്ട് നമുക്ക് ഗാർണിഷ് ചെയ്തെടുക്കാം. ഇത്ര തന്നെ ഉള്ളൂ, പാൻകേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ള ഒരു ഐറ്റം തന്നെയാണ് പാൻകേക്ക്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അത് പല രീതിയിൽ പാൻകേക്ക്സ് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ ഉണ്ടാക്കി കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. താങ്ക് യു.